സത്യമായിട്ട് ഞാൻ പറയട്ടോ, 5 മാർക്ക് നിങ്ങൾക്ക് അപ്രീസിയേഷൻ വേണോ ഇത് എഴുതി വെച്ചാൽ മതി. നിങ്ങൾ തമ്പനയിൽ കണ്ട് സത്യമാട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. അപ്പോൾ അപ്രീസിയേഷൻ ഒരു കോമൺ ഫോർമാറ്റ് ഞാൻ പഠിപ്പിച്ചുതരാം. സാറേ ഏത് കവിതേൻ്റെ അപ്രീസിയേഷൻ ആണ് വരിക, നിങ്ങൾ ഏത് വന്നാലും എൻ്റെ മക്കൾ ഇത് എഴുതിക്കോളൂ. അങ്ങനെയുള്ളൊരു കോമൺ ഫോർമാറ്റാണ് മക്കളെ ഞാൻ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അപ്പോൾ റെഡിയല്ലേ മക്കളെ? നോക്കൂ നിങ്ങൾ, ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ഏത് കവിതയാണെങ്കിലും ആ കവിതയുടെ പേര് എന്ത് ചെയ്യുക, ഇവിടെ എഴുതി കൊടുക്കുക. പോമത്തിൻ്റെ പേര് കേട്ടോ, നെയിം ഓഫ് ദി പോയം എന്ത് ചെയ്യുക, എൻ്റെ മക്കൾ ഇവിടെ എഴുതി കൊടുക്കുക. നെയിം ഓഫ് ദി പോയം, നെയിം ഓഫ് ദി പോം, നെയിം ഓഫ് ദി പോം. ഓക്കെ, അതിവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ? ഈസ് എ ബ്യൂട്ടിഫുൾ, ഈസ് എ ബ്യൂട്ടിഫുൾ, ഇവിടെ എ സ്പേസ് ഉണ്ട് കേട്ടോ. ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോം, ഇതൊരു മനോഹരമായിട്ടുള്ള കവിതയാണ്. റിട്ടൺ ബൈ ദ ഫേമസ് പോയിറ്റ്, ആ കവിയുടെ പേര് ഇവിടെ എഴുതി കൊടുക്കുക. നെയിം ഓഫ് ദി പോയിറ്റ് ഇവിടെ എഴുതി കൊടുക്കുക. ക്ലിയർ അല്ലേ? ശ്രദ്ധിക്കുക. ദ പോയിറ്റ് ഹാസ് യൂസ്ഡ് മെനി തോട്ട്സ്, ഈ കവി ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ചിന്തകൾ. ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ്, പ്രചോദനം നൽകുന്ന വരികൾ ഇൻ ദിസ് പോയം, ഈ കവിതയിൽ ഇട്ടോ. സോ അതുകൊണ്ട് വി കാണ്ട് ഷട്ട് അവർ ഐസ്, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണടക്കാൻ പറ്റൂല. എഗെയിൻസ്റ്റ് ദ ഗുഡ് നേച്ചർ ഓഫ് ദിസ് പോയം, ഈ കവിതന്റെ നന്മക്കെതിരെ ഏത് കവിത ആണെങ്കിലും അതൊരു നന്മ ഉണ്ടാവും കേട്ടോ, അത് എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് പാരഗ്രാഫ്. The language of the poem is highly philosophical in tone. ഈ കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് ഉയർന്ന തത്വചിന്തകൾ നിറഞ്ഞതാണ്. മോർ ഓവർ കൂടാണ്ട് ഇറ്റ് ഹാസ് മെനി ലൈൻസ്, ഇതിന് ഒരുപാട് വരികളുണ്ട്. 4 വരിയുള്ള കവിത നമുക്ക് ഉണ്ടാവില്ല കേട്ടോ, അതുകൊണ്ട് ഒരുപാട് വരികളുണ്ട്. വെൻ വി റീഡ്, നമ്മൾ വായിക്കുമ്പോൾ വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും വാട്ട് ദ പോയം ഈസ് സേയിങ്, എന്താണ് ഈ കവിത പറയുന്നത് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. മാത്രമല്ല നോക്കൂ, ഇൻ ദിസ് നൈസ് പോയം, ഈ കവിതയിൽ ദ പോയിന്റ് ടെൽസ് അബൌട്ട്, നമ്മൾ കവിത പറഞ്ഞു തരുന്നു ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡാഷ്, എന്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണോ അവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ കവിത മനസ്സിലാക്കുമ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊരു കാര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവും. അതവിടെ എഴുതി വെക്കുക. ക്ലിയർ അല്ലേ? ഇന്നിറ്റ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ഹി ക്ലിയർലി ഷോസസ്, ആ കവി നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നു. ഇനി ഇവിടെ എന്ത് ചെയ്യാന്നറിയോ, ആ കവിതയുടെ സമ്മറി എഴുതുക, കവിതയുടെ സമ്മറി എഴുതുക, കവിതയുടെ സമ്മറി. ഇനി സമ്മറി എഴുതാൻ അറിയാത്ത ആളുകളാണെങ്കിൽ, ദ പോം സമ്മറി എഴുതാൻ അറിയാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ ആ കവിത എടുത്താണ് ഗേറ്റ് ചെയ്ത് ചേലുണ്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ നിങ്ങൾ, ദ റൈമിംഗ് സ്കീം ഓഫ് ദ പോയം. എൻ്റെ മക്കൾക്ക് റൈമിംഗ് സ്കീം എഴുതാൻ അറിയില്ല, AABB എന്ന സാധനല്ലേടാ, അത് ഇവിടെ എഴുതി വെക്കുക. റൈമിംഗ് വേർഡ്സ് ഉണ്ടാവില്ലേ, റൈമിംഗ് വേർഡ്സ് ആർ ഇവിടെ എഴുതി വെക്കുക. റൈമിംഗ് വേർഡ്സ് കേട്ടോ. ഇൻ ദിസ് പോയം, ഈ കവിതയിൽ വി ക്യാൻ സീ സം പോയറ്റിക് ഡിവൈസസ്, നമുക്ക് പോയറ്റിക് ഡിവൈസസ് കാണാൻ പറ്റും. ഏതൊക്കെ? ലൈക്ക് അലിട്രേഷൻ, അലിട്രേഷനിൽ റെഡ് റോസ് എന്നൊക്കെ കണ്ടാൽ അതിൽ റീന്ന് റിപ്പീറ്റ് ചെയ്യില്ലേ, അപ്പോൾ റീന്ന് റിപ്പീറ്റ് ചെയ്താലാണ് അതെന്ത് പറ, അലിട്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അസൊനൻസ്, വൊവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താലാണ്. നോക്കൂ, ഗിയർ ടിയർ, ഗിയർ ടിയർ അല്ലേ, ഇതിൽ കണ്ടില്ല നിങ്ങൾ, ഇയാന്ന് റിപ്പീറ്റ് ചെയ്തില്ലേ, അപ്പോൾ വൊവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്താലാണ് എന്ത് പറ, ആസൊനൻസ് എന്ന് പറയുന്നത് കേട്ടോ. സിമിലി അറിയാലോ, എന്താ സിമിലി എന്ന് പറഞ്ഞാൽ ലൈക്കോ അല്ലെങ്കിൽ ആസോ വെച്ച് കമ്പയർ ചെയ്യുന്നത്. നോക്കൂ, ഷീ ഈസ് ലൈക്ക് എൻ ഏഞ്ചൽ, അവളുടെ മാലാഖയെ പോലെയാണെന്ന് പറഞ്ഞാൽ ലൈക്കോ ആസോ വെച്ച് കമ്പയർ ചെയ്താൽ അതാണ് സിമിലി. ഇല്ല, ഡയറക്റ്റാണ് കമ്പയർ ചെയ്യുന്നതെങ്കിൽ അതാണ് പറ മെറ്റഫർ എന്ന് പറയുന്നത്. പേഴ്സോണിഫിക്കേഷൻ നിങ്ങൾക്ക് അറിയില്ലേ, മനുഷ്യനല്ലാത്തൊരു സംഗതിക്ക് എന്ത് ചെയ്യണം, മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കുക, അതാണ് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈപ്പർബലെ എന്ന് പറഞ്ഞാൽ പെരുപ്പിച്ച് കാണിക്കുക അല്ലേ. 1000 times I told you, 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞു. ഒരു മനുഷ്യനോട് 1 or 2 തവണ പറയുള്ളൂ, പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താ പറയുക, 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞു, അതാണ് ഹൈപ്പർബലെ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാലോ റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലേ, ആ റെട്ടോറിക്കൽ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങളില്ലേ, ഒരുപാട് കവിതയിലുണ്ട് റെട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ. അത് എഴുതി വെച്ചതിന് ശേഷം ഇൻ വിച്ച് ആഡ് എ സ്പെഷ്യൽ ബ്യൂട്ടി ടു ദിസ് പോയം, അത് ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. ദ പോയം ഈസ് റിയലി റിച്ച് വിത്ത് വണ്ടർഫുൾ ഇമേജസ്, ഈ കവിത ഒരുപാട് ഇമേജുകൾ കൊണ്ട് സമ്പന്നമാണ്. ഏതുപോലെ? ലൈക്ക് വിഷ്വൽ ഇമേജ്, കാണാൻ പറ്റുന്ന കുറേ ഇമേജുകളില്ലേടാ, ആ കാണാൻ പറ്റുന്ന ഓരോ സാധനങ്ങളും എഴുതി വെക്കുക കേട്ടോ. കേൾക്കാൻ പറ്റുന്നത് എന്ത് ചെയ്യുക അവിടെ, ആ ഇവിടെ എഴുതി വെക്കുക. ക്ലിയർ? മാത്രമല്ല ഇനി കുറച്ച് എഴുതിയാൽ മതി, കഴിഞ്ഞിട്ട് 5 മാർക്കിനല്ലേ ഉള്ളൂ. ഇൻ ഷോർട്ട് വി ക്യാൻ സിംപ്ലി സേ ദാറ്റ്, നമുക്ക് ചുരുക്കി പറയാൻ പറ്റും, ദ പോയം ഈസ് റിയലി വണ്ടർഫുൾ, ഈ കവിത വളരെ മനോഹരമാണ്. ആൻഡ് ദ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് എക്സ്പ്രസ്ഡ് ബൈ ദ പോയിറ്റ് ഈസ് അമേസിംഗ്, ഈ എഴുതിയിരിക്കുന്ന റൈറ്റിംഗ് സ്റ്റൈൽ ഉണ്ടാവില്ലേ, അത് വേറെ ലെവലാണ് നമ്മൾ എഴുതിയൊക്കെ കേട്ടോ. ഇനി വേണമെങ്കിൽ അപ്പുറത്തെ വരികൾക്ക് എഴുതിയേക്കാൻ പറ്റും, പോയിറ്റ് എക്സ്പ്രസസ് ഹിസ് തോട്ട്സ്, ഫീലിംഗ്സ്, ഐഡിയാസ്, ഇമോഷൻസ് ഇൻ എ ബ്യൂട്ടിഫുൾ മാനർ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി വെക്കാൻ പറ്റും. ക്ലിയർ മക്കളെ? 5 മാർക്ക്. ഇതുപോലുള്ള ശരിക്കായിട്ടുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ലൈവിൽ വായോ, കാണാം നമുക്ക് ലൈവിൽ വെച്ചിട്ട്. മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യടാ ഫ്രണ്ട്സിലേക്കൊക്കെ. അപ്പം നമുക്ക് കാണാം കേട്ടോ. ഇന്ന് കൃത്യം രാത്രി 7:30 മണിക്ക് ഫ്രണ്ട്സായിട്ട് വായോ. സി യു.